ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. കിട്ടിയ അവസരങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരാണോ നമ്മൾ? ഒരു സംഭവം പറയാം. പ്രസിദ്ധമായ ഒരു ചെരുപ്പ് കമ്പനിയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ വിവിധ രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. പുതിയതും പഴയതുമായ ചെരുപ്പ് ഉൽപ്പന്നങ്ങൾക്ക് എല്ലാ രാജ്യത്തിലും ഉപഭോക്താക്കളെ ഉണ്ടാക്കുക എന്നായിരുന്നു കമ്പനിയുടെ ലക്ഷ്യം. അങ്ങനെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതിൻ്റെ സാധ്യതകൾ പഠിക്കാൻ 2 മാനേജർമാരെ കമ്പനി അയക്കുകയാണ്. ഒന്നാമൻ എന്ത് ചെയ്തു? ആഫ്രിക്കയിലെ വിവിധ ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ചു നോക്കി. അവിടെ ആരെയും ചെരുപ്പ് ധരിക്കുന്നതായി അദ്ദേഹം കണ്ടില്ല. കമ്പനിയിൽ തിരിച്ചു വന്ന് കമ്പനി ഉടമയോട് അദ്ദേഹം പറയുകയാണ്, സാർ, നമ്മുടെ ചെരുപ്പുകൾ ആഫ്രിക്കയിലേക്ക് കയറ്റി അയച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം അവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നവരല്ല. നമ്മുടെ ചെരുപ്പിന് ഒരു സാധ്യതയും അവിടെ കാണുന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇനി എന്ത് ചെയ്യും എന്ന് കമ്പനി ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ മാനേജർ ആഫ്രിക്കയിൽ നടത്തിയ തൻ്റെ പഠനവുമായി തിരിച്ചു വരുന്നത്. അദ്ദേഹം കമ്പനി ഉടമസ്ഥരോട് പറഞ്ഞു, നമ്മുടെ ചെരുപ്പുകൾക്ക് ആഫ്രിക്കയിൽ നല്ല സാധ്യതയുണ്ട് മാഷാ അല്ലാഹ്. കാരണം അവിടുത്തുകാരൊന്നും ചെരുപ്പ് ധരിക്കാറില്ല. നമ്മൾ കുറേ ചെരുപ്പുകളുടെ ഉൽപ്പന്നങ്ങൾ അവർക്കിടയിൽ ശീലമാക്കിയാൽ നമ്മുടെ ഉൽപ്പന്നം മാത്രമായിരിക്കും അവർ വാങ്ങുക. അതുമൂലം ഒരുപാട് കസ്റ്റമേഴ്സിനെ നമുക്ക് ഉണ്ടാക്കുകയും ചെയ്യാം. മാഷാ അല്ലാഹ്. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? ഒരേ അവസരം 2 പേർ 2 നിലയിലാണ് അതിനെ ഉപയോഗപ്പെടുത്തിയത്, അല്ലേ? ചില ആളുകൾ നോക്കൂ, പ്രയാസങ്ങളിൽ അവസരം കണ്ടെത്തുകയാണ് ചെയ്യുക. അവർക്ക് വിജയിക്കാനും കഴിയുന്നു. എന്നാൽ മറ്റു ചിലര് അവസരങ്ങളിൽ ബുദ്ധിമുട്ടിനെ കണ്ടെത്തുകയാണ് ചെയ്യുക. അവസരമുണ്ട്, പക്ഷെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ആളുകളൊക്കെ പരാജയപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവസരങ്ങള്, സാധ്യതകള് എല്ലാം കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. അപ്പോഴാണ് നമുക്ക് വിജയിക്കാൻ സാധിക്കുക. ശാന്തമായി കിടക്കുന്ന കടൽ, ആ കടലിന് ധീരനായ ഒരു കപ്പിത്താനെ സൃഷ്ടിക്കാൻ കഴിയുമോ? ഇല്ല. ഏത് അവസരങ്ങളും നമുക്ക് അനുയോജ്യമാക്കിയെടുക്കാൻ കഴിയും. നമുക്കതിനുള്ള കഴിവും മനസ്സും ഉണ്ടെങ്കിൽ. നേരെ മറിച്ച് എത്ര അവസരമുണ്ടായാലും മടിയന്മാരായ ആളുകൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ അവസരത്തിനെ പാഴാക്കുകയാണ് ചെയ്യുക. അവർക്ക് ഒന്നിനും സമയമുണ്ടാവുകയില്ല. ഒരു അവസരവും അവർക്ക് ഉപയോഗിക്കാനും സാധിക്കുകയില്ല.